സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് ഹരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ, പ്രീമിയം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സാണ് അവിടെ. അതായത് വളരെ ചെറിയ ഫീസ് സ്ട്രക്ചർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സോ ആർക്കെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കുക. ഇത് ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു ഓഫറാണ്. സോ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ദെൻ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കോപ്പി ട്രേഡിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. കോപ്പി ട്രേഡ്, അതായത് എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഈ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ച. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കത് ഞാൻ മറന്നുപോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ആഴ്ച ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ ഈ ആഴ്ച 4 ട്രേഡിംഗ് ഡേയ്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ആഴ്ച ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ 9,000 പ്രോഫിറ്റിലാണ്. 3 ലക്ഷം രൂപയാണ് ക്യാപിറ്റലായിട്ട് ഉള്ളത്. ദെൻ ഫസ്റ്റ് ഡേയിൽ 9,000 പ്രോഫിറ്റ് ആയിരുന്നു. സെക്കൻഡ് ഡേയിൽ 1,000 റുപ്പീസ് ആയിരുന്നു പ്രോഫിറ്റ് ഉണ്ടായത്. കാരണം ഒരു ബ്രേക്ക് ഈവനായിട്ട് അവിടെ തീർന്നു. തേർഡ് ഡേയിൽ ഞങ്ങൾ 5,000 റുപ്പീസ് ലോസിലാണ് അവസാനിച്ചത്. ഫോർത്ത് ഡേയിൽ, അതായത് ഇന്ന് ഞങ്ങൾ 11,000 പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 11, 9, 20, 21,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതിനകത്ത് 5,000 രൂപ ലോസ് വന്നു. അപ്പോൾ 16,000 രൂപ. 16,000 രൂപയിൽ നമുക്ക് ഒരു മാക്സിമം പീക്ക് ലെവലിൽ ചാർജസ് ഒരു 5,000 രൂപ ചാർജസ് കഴിച്ചാലും 16-ൽ നിന്ന് 5 പോയാക്കി 11,000 രൂപ ഉണ്ടാവും. അപ്പോൾ ക്ലിയർലി പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 3.5% പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ക്ലിയർലി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു 3.5 ഒന്നല്ല, അതിൽ കൂടുതലുണ്ടാവും. ഞാൻ ഒരു ഏറ്റവും ലോവസ്റ്റാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിലാണ് പോകുന്നത്. കാരണം നമുക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് മന്ത്ലി ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം 3.5% വീക്കിലി ബുക്ക് ചെയ്യുന്നത് സൂപ്പറാണ്. മന്ത്ലി 20% എത്തുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് ഗോള്. അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മന്ത് എൻഡ് ആകുമ്പോൾ റിയലൈസ്ഡ് പ്രോഫിറ്റ് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ആഴ്ചത്തെ സ്റ്റാറ്റസ് ഇതാണ്. ഞാൻ പരമാവധി അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ കൃത്യമായിട്ടും ഓരോ ദിവസത്തെയും എടുക്കുന്ന പ്രോഫിറ്റ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഓൾറെഡി നമ്മൾ മുൻപ് PNL ഇവിടെ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ ഒത്തിരി പേര് നെഗറ്റീവ് കമൻറ്റ് ചെയ്ത് വെറുപ്പിച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിയൽ ട്രേഡിൻ്റെ സംഭവങ്ങൾ തന്നെ, റിയൽ ട്രേഡിൽ ഞങ്ങൾ എടുക്കുന്ന ട്രേഡുകളും അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം തന്നെ അടുത്ത മാസം മുതൽ, എന്തായാലും അടുത്ത മാസത്തേക്ക് എല്ലാം സെറ്റ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത മാസം മുതൽ ഷെയർ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഈ ആഴ്ചത്തത് 3.5% ആണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് പ്രോഫിറ്റ്. എല്ലാം കഴിഞ്ഞും അവസാനം കിട്ടിയിരിക്കുന്ന ഒരു പ്രോഫിറ്റ് 3.5% ആണ്. സൂപ്പറാണ്. അതിൽ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരുപാട് ലക്ഷങ്ങളുണ്ട്. 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് ഒരു 50,000 രൂപയോ 60,000 രൂപയൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ പറ്റും, സെക്കൻഡ് ഡേ പറ്റും. ഒരു ലോങ് റണ്ണിൽ ഇത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. സോ ചെറിയ പ്രോഫിറ്റ്, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്, അതിലൂടെ വെൽത്ത് ക്രിയേഷൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അപ്സൈഡ് റാലിക്ക് എല്ലാവിധ സാധ്യതകളുമാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. 24,500 മുകളിൽ നിഫ്റ്റി എത്തിയിട്ടുണ്ട്. സോ ഇനി കാളാക്കൊട്ടന്മാർക്ക് ഒരു എനർജി കിട്ടും എന്ന് തന്നെയാണ് എക്സ്പേർട്ട്. ഒരുപാട് സ്ഥലത്ത് ഞാനിത് വായിച്ചു. 24,500 മുകളിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഇനി മാർക്കറ്റ് കുതിച്ചു കയറും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സെബി ചെയർമാനെ കുറിച്ചിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഒരുവിധമൊക്കെ എല്ലാം തള്ളിപ്പോയതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ മറ്റൊരു ഇഷ്യൂ മുളച്ചു വന്നിരിക്കുന്നത്, അതായത് ലോക്കലി ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെബി ചെയർമാൻ ഇപ്പോഴും ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അവരുടെ കമ്പനീസിൽ അവർ ഇപ്പോഴും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് സാലറിയുടെ എത്രയോ മടങ്ങ് കൂടുതലാണ് എന്നൊക്കെയുള്ളൊരു ന്യൂസ് ഞാൻ മണി കൺട്രോളിൽ നിന്ന് വായിച്ചു. സോ അത് എന്തായാലും ഇനി തിങ്കളാഴ്ചയാണ്. അപ്പോൾ തന്നെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആൾക്കാരത് മറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹിൻഡൻബർഗ് വെറും ഒരു തിളച്ച വെള്ളമാണെന്ന് കരുതിയിട്ട് നമ്മൾ പോയി കൈയിട്ടപ്പം ചൂടാറിയ വെള്ളം മാത്രമായിപ്പോയി. കാര്യമൊന്നുമില്ല അതിനകത്ത്. എന്തായാലും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം. അതാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ആവശ്യം. നമുക്ക് ഈ 2-3 ദിവസം കൊണ്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അടിപൊളിയായിരുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇത് മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്, ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ബുൾ റണ്ണിന് സാധ്യത ഒരുക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ ഗോൾഡ് കുതിച്ചു കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ട് പറന്നു പോകുന്നുണ്ട്.
ഫോറക്സ്, ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന കമ്മോഡിറ്റി ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവും. എന്നാലും നമുക്ക് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇന്നലെ നല്ല സൂപ്പർ ബുള്ളിഷ് ആയിരുന്നു. ഇന്നിപ്പം നസ്ദാക്ക് 26 പോയിന്റ് ഗ്രീനിലാണ്. S&P 500 ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ ഡോ ജോൺസ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 24,611 256 പോയിന്റ് പോസിറ്റീവിലാണ്. ഓപ്പണായ സ്ഥലത്ത് നിന്ന് 286 പോയിന്റ് മുകളിലാണ്. നിക്കിയും ഹാങ്സങ് നിക്കി ഇന്ന് 1336 പോയിന്റ് ഒരു അപ് റാലി ഉണ്ടായി. അതേപോലെ ഹാങ്സങ് 321 പോയിന്റ് കയറി പോയിട്ടുണ്ട്. എന്തായാലും സംഭവം കത്തിക്കയറി പോകുന്നുണ്ട് മാർക്കറ്റ്. ഗോൾഡും ഇതും ഒന്നിച്ച് മുകളിലോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഗോൾഡ് മുകളിലോട്ട് പോകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ടാണ്, വേൾഡ് മാർക്കറ്റ് താഴോട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഗോൾഡും മുകളിലോട്ട് പോകുന്നു, വേൾഡ് മാർക്കറ്റും മുകളിലോട്ട് പോകുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒന്ന് ഓടിച്ച് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 191 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 359 പോയിന്റിന്റെ അഥവാ 1.48% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 24,335 നിന്ന് 206 പോയിന്റ് ലാഭത്തിൽ 24,541 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 41 ലാഭത്തിലും 9 നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഈ ആഴ്ചയിൽ 238 പോയിന്റിന്റെ ഒരു ലാഭമാണ് ഇതുവരെയും കിട്ടിയിരിക്കുന്നത്. അതേസമയത്ത് ഓഗസ്റ്റ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 490 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്ത്യ വിക്സ് ഇന്ന് 6.74% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 14.4 നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആയിരുന്നു, അതേപോലെ വെർജിൻ CPR ആണ്. അപ്പോൾ തിങ്കളാഴ്ചയും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പ് നൽകുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 383 പോയിന്റ് പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റിൽ 50,517, അത് 50,500 മുകളിൽ കയറിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി 201 പോയിന്റ് ലാഭത്തിൽ 22,976 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 681 പോയിന്റ് ലാഭത്തിൽ 80,437 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 100 പോയിന്റ് ലാഭത്തിൽ 12,725 ക്ലോസ് ചെയ്തു. മികച്ച മുന്നേറ്റമാണ്, എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രൂഡ് ഓയിൽ $76.79 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $2,488 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് മാറ്റമില്ലാതെ 83 രൂപ 96 പൈസ എന്ന ഒരു വിനിമയ നിരക്കിൽ ഇപ്പോഴും തുടരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ റിലീസ് ആയിട്ടില്ല. ദെൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി IT സെക്ടർ 2.89% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ആക്ച്വലി ഗോൾഡിന്റെ പ്രൈസ് മുകളിലോട്ടാണെങ്കിലും ഗോൾഡ് ബീസ് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എംഫസിസ് ഇന്ന് 6.96% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഓറോ ഫാർമ 1.51% ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തി. എംഫസിസ്, IEX, വിപ്രോ, ടെക് മഹീന്ദ്ര, PFC, ഗ്രാസിം, അശോക് ലെയ്ലാൻഡ്, എമാൻഡം, ടാറ്റ മോട്ടോഴ്സ്, ICIC, GI, REC ലിമിറ്റഡ്, അൾട്രാടെക് സിമെന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഓറോ ഫാർമ, വോൾട്ടാസ്, ഡിവിസ് ലാബ്, PNB, TVS മോട്ടോഴ്സ്, MRF, SBI ലൈഫ്, ഡോക്ടർ റെഡ്ഡി, സൺഫാർമ, മാരുതി, ജിന്ദാൽ സ്റ്റീൽ, ICIC പ്രൂലി ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിൽ അവസാനിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,624 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 737 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.19 ആണ്. ഇത് ക്ലിയർലി ബുള്ളിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 24,541 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 57 പോയിന്റ് മുകളിലായിട്ട് 24,598 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 25,000 ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 1,09,00,000 ഇത്. 24,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. 82 ലക്ഷമാണ് അത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.04 ആണ്. ക്ലിയർലി ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 50,517 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 113 പോയിന്റ് മുകളിലായിട്ട് 50,630 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 51,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉണ്ട്. 22 ലക്ഷമാണത്. 50,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 26 ലക്ഷമാണ്. എന്തായാലും പുട്ട് റേറ്റിംഗ് കൂടുതൽ വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. സോ മാർക്കറ്റിനെ തിരിച്ച് പൊക്കാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു.
നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അതേപോലെ നാളെയല്ല തിങ്കളാഴ്ചത്തേക്കുള്ള ഗ്ലോബൽ ഈവൻസ് ഒന്നും തന്നെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അത് ഞായറാഴ്ചത്തോടുകൂടി ആകുമായിരിക്കും. നമുക്ക് തിങ്കളാഴ്ച രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ മുകളിൽ ഓപ്പണായി. അവിടുന്ന് പിന്നെ ഒരു തിരിച്ചിറങ്ങി വന്നിട്ട് താഴെ വന്നു. R2 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കുതിച്ച് കയറിപ്പോയി. നല്ല രീതിയിലാണ് ഇന്ന് പോയിരിക്കുന്നത്. ഓപ്പണായ സ്ഥലത്തുനിന്നും 744 ഒരു ഹൈ പോയിരിക്കുന്ന ഏകദേശം 700-800 പോയിന്റോളം വൺ സൈഡ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും തന്നെ ഇന്ന് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അതിശക്തമായ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വൈകുന്നേരം ഈ ഒരു വാരാന്ത്യത്തിൽ ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുക, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, പാർട്ടിക്ക് പോവുക, കല്യാണത്തിന് പോവുക, എല്ലാം ആഘോഷിക്കുക. ട്രേഡേഴ്സിന് ഉണ്ടാകുന്ന ഒരു അഡിക്ഷൻ പ്രകാരം റൂമിനകത്ത് തന്നെ ന്യൂസും മണി കൺട്രോളും നോക്കിയിരിക്കരുത്. പുറത്തിറങ്ങിപ്പോയി ആഘോഷിക്കുക. ലൈഫ് തീർന്നു പോവുകയാണ്. നമ്മൾ ഈ കൂനിക്കൂടി ഇരിക്കുമ്പം ലൈഫ് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറക്കാതെ ജീവിതം ആസ്വദിക്കുക. ഓൾറൈറ്റ്, എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു. താങ്ക് യു വെരി മച്ച്.